നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസ സമരം AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസ സംഘർഷം കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ കേസ്. ബദിയടുക്ക കുമ്പട ജയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണമെന്നും അടൂർ പ്രകാശ്. KSTA ഹോസ്ദുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം തൃക്കരിപ്പൂരിൽ നടന്നു. PU ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. PPK പൊതുവാളിന് ദ ഡയലോഗിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകും. സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പെർള നടുവയലിൽ വീടിന് തീപിടിച്ചു. നടുവയലിലെ രമേശ് ചന്ദ്രയുടെ വീടിനാണ് തീപിടിച്ചത്. ഈ സമയത്ത് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വാർത്തകൾ വിശദമായി. കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസ സമരം AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്നലെ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്നാണ് നടപടി. ടോൾ ബൂത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുമ്പള ടോൾ പ്ലാസയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ AKM അഷ്റഫ് MLAയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസിൻ്റെ നടപടി. AKM അഷ്റഫ് MLAയോടൊപ്പം ഇവിടെയുണ്ടായിരുന്ന സമരസമിതി പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു സംഘർഷമായിരുന്നു ടോൾ പ്ലാസയുടെ ഈ പരിസരത്തുണ്ടായിരുന്നത്. ആ സംഭവത്തിൽ 500ഓളം പേർക്കെതിരെ കുമ്പള പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ടോൾ പ്ലാസയിലെ ജീവനക്കാരുടെ പരാതിയിൽ 25ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും കുമ്പള പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് AKM അഷ്റഫ് MLAയും അതോടൊപ്പം സമരസമിതി പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ ടോൾ പ്ലാസയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അറസ്റ്റ് കൈവരിക്കുന്നതിന് മുമ്പ് AKM അഷ്റഫ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. രാത്രിയായാൽ ഇവിടെ കൂടുതൽ ആൾക്കാർ ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തുകയും പിന്തുണയർപ്പിച്ച് വിവിധ യുവജന സംഘടനകളും എത്തുന്ന സാഹചര്യത്തിലാണ് ഇന്നും സംഘർഷ സാധ്യതയുണ്ടാകും എന്ന അറിയിപ്പിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിൽ സമരസമിതി പ്രവർത്തകരെയും AKM അഷ്റഫ് MLAയും അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു ആളൊഴിഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. സമരസമിതി പ്രവർത്തകരെയും AKM അഷ്റഫ് MLAയും അറസ്റ്റ് ചെയ്യുന്ന വിവരമറിഞ്ഞ് നിരവധി പേരെത്തിയെങ്കിലും അവരെയെല്ലാം പോലീസ് പിരിച്ചുവിടുന്ന അവസ്ഥയാണ് ഇവിടെ കാണുവാൻ വേണ്ടി സാധിച്ചത്. എന്തുതന്നെയായാലും AKM അഷ്റഫ് MLA പറഞ്ഞ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തന്നെ ഈ ടോൾ പിരിവിനെതിരെ ഉണ്ടാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസ സംഘർഷം കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ കേസ്. പ്രതിഷേധക്കാർ ക്യാമറകളും സ്കാനറും ടോൾ ബാരിയറും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അടിച്ചു തകർത്തിരുന്നു. AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ ടോൾ പിരിവിനെതിരെ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ യൂത്ത് ലീഗ് DYFI പ്രവർത്തകരാണ് ടോൾ ബൂത്ത് അടിച്ചു തകർത്തത്.
ചാർജ് പോണു. കൈ കൊണ്ടു ജനകീയ പ്രതിഷേധങ്ങളെ അവഗണിച്ച് കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവ് സംഘർഷത്തിലേക്ക്. ടോൾ പിരിവിനെതിരെ എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിനു ഐക്യദാർഢ്യവുമായി എത്തിയ യൂത്ത് ലീഗ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടോൾ ബൂത്ത് അടിച്ചു തകർത്തു. 6ഓളം ക്യാമറകളും ബാരിയറും സ്കാനറും ഉൾപ്പെടെ പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടുകൾ ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സമരങ്ങളെല്ലാം മുഴുവൻ ആളുകളും ഇന്നത്തെ സമരത്തിന്റെ ഭാഗത്തേക്ക് വരിക. പ്രിയപ്പെട്ട സമരവലന്തിമാരോട് മുഴുവൻ ആളുകളും വരിക. രാത്രി 8:30ഓടെയാണ് സംഭവം. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 500ഓളം പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. അതേസമയം ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന് എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. വ്യക്തമാക്കി. ഇല്ല, ചർച്ചയിൽ അവർ ഒറ്റ കാര്യം, ഏറ്റവും നമ്മൾ അരിയാരം കളിക്കുന്ന ആളുകൾക്കറിയാം, കോടതിയിലൊരു കേസ് നിലനിൽക്കുമ്പോൾ കോടതി അവസാനമായി ജഡ്ജ് ചോദിച്ചത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ. ഇന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ 12-ാം തീയതി ടോള് പിരിക്കുന്ന ദിവസം ഞങ്ങൾക്കും ഹൈക്കോടതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ ആ പെർമിഷൻ കൊടുത്തു എന്നാണ്. ജഡ്ജൊരു വിധി പറയാതെ
പിരിയിക്കുന്നെന്ന് പറയുന്നത് അന്യായമല്ലേ? അപ്പോൾ ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും ഒരു ഇളവിന് റെഡിയല്ല. കാസർഗോഡ് ജില്ല ഒഴിവാക്കാൻ റെഡിയല്ല. അവരൊറ്റ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ ജനകീയ പോരാട്ടത്തിൽ തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. ആരിക്കാടിയിലെ ടോൾ ബൂത്ത് കാസർഗോഡൻ ജനതയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ 100% തോൽക്കും. വരും നാളുകളിൽ നിങ്ങളത് കാണും. പ്രതിഷേധക്കാർ അടിച്ചു തകർത്തതിനെ തുടർന്ന് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പട ജയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഖത്ത് മാന്തിയ പാടുകളും കഴുത്തിലെ കരിമണിമാല കാണാനില്ലാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പടാജെ ആജിലയിൽ തനിച്ച് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിനകത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുഷ്പാവതിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയോടെയാണ് മൃതദേഹം കിടപ്പുമുറിയിൽ കാണപ്പെട്ടത്. മുറിയിൽ പിടിവലി നടന്നതിൻ്റെ അടയാളങ്ങളുണ്ട്. മുഖത്ത് നഖം കൊണ്ട് മാന്തിയതിൻ്റെ പാടുകളും കാണപ്പെട്ടു. വിവരമറിഞ്ഞ് ബദിയടുക്ക പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുഷ്പാവതിയുടെ കഴുത്തിൽ നിന്നും കരിമണിമാല കാണാതായതായി സംശയിക്കുന്നു. അതിനാൽ മോഷണത്തിനിടയിലാണ് മരണം സംഭവിച്ചതെന്ന് സംശയിക്കുന്നു. പെരിയ വില്ലാരംപതിയിലെ സുബൈദ കൊലക്കേസ്, പനയാൽ ബങ്ങാട് ദേവകി കൊലക്കേസ് എന്നിവയുമായി സാമ്യതയുള്ളതാണ് പുഷ്പാവതിയുടെ മരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മാധ്യമങ്ങളുടെ മാത്രം ചർച്ച. എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണം. വരാൻ താല്പര്യമുള്ളവർ വരും, ആരെയും നിർബന്ധിക്കില്ല. ഒരു വിസ്മയവും UDF അവകാശപ്പെട്ടിട്ടില്ലെന്നും അടൂർ പ്രകാശ് കാസർഗോഡ് പറഞ്ഞു. ഒരു വിസ്മയം എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം 2 കാര്യങ്ങൾ അവിടെ കാണിച്ചു കൊടുത്തു. അതായത് വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF വിജയം കൈവരിച്ചു. 1 അത് LDFിൻ്റെ കയ്യിലിരുന്ന സീറ്റാണ്. അതുകൂടാതെയാണ് കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ദീർഘകാലമായി MLA ആയിരുന്ന ശ്രീമതി ഐഷ പോറ്റി ഞങ്ങളോടൊപ്പം ചേർത്തത്. അപ്പം ഞങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വിസ്മയമാക്കിയാണ് ഞാനതിനെ കാണുന്നത്. ഞങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യം നിങ്ങൾ വിസ്മയത്തിലൂടെ കണ്ടു അല്ലെങ്കിൽ കാണുന്നു എന്ന് നിങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സോഴ്സ് നിങ്ങൾക്കുണ്ടോ എന്നതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഈ മറുചോദ്യം, ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുചോദ്യം അങ്ങോട്ടും വരും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കൂടി അത് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDFിൻ്റെ കൺവീനർ, സംസ്ഥാനതല കൺവീനർ അടൂർ പ്രകാശാണ്. യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞ് അത് വെച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് അവരാലോചിക്കണം. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുമായി ബന്ധപ്പെട്ട് UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ. പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. ചർച്ചകൾക്ക് സാധ്യതയുണ്ട് അല്ലേ? ഏത് ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്? ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലല്ലല്ലോ ചർച്ച നടത്തേണ്ടത്. അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടണം. അതല്ലാതെ കണ്ട് അങ്ങോട്ട് പോയി ഒരു ചർച്ചയ്ക്ക് പോകുന്ന പ്രശ്നം ഇനി ഉദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ആണ് ഇതൊക്കെ പറയുന്നത്, നിങ്ങളാണ് സംപ്രേഷണം ചെയ്തത്. ജോസ് കെ മാണി വരാൻ പോകുന്നു എന്നൊക്കെ സംപ്രേഷണം ചെയ്തത് നിങ്ങളാണ്. അത് എവിടെ നിന്ന് സോഴ്സ് കിട്ടി എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ പറയേണ്ടതാണ്. ഏതായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് നാളിതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഓരോ ദിവസവും ഓരോ മുന്നണിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഒരിക്കലും ഉണ്ടാകില്ല. ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. മാണി സി കാപ്പൻ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാലായിൽ നിന്നാണ് MLA ആയത്.
അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യങ്ങളും ഞങ്ങൾ ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ ദീർഘകാലം അംശാദായം അടച്ചുവന്നവർക്ക് ആനുപാതികമായി വർധനവ് വരുത്തി പെൻഷൻ വിതരണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSTA ജില്ലാ ജനറൽ സെക്രട്ടറി PU ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. 30 വർഷം തയ്യൽ തൊഴിൽ ചെയ്ത് ക്ഷേമനിധിയിൽ അംഗമായവർക്കും വെറും 5 വർഷമായി തൊഴിലെടുത്ത് അംശാദായം അടച്ചു വരുന്നവർക്കും ഒരേ പെൻഷനാണ് നൽകി വരുന്നത്. അതിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തി ആനുപാതികമായി പെൻഷൻ വിതരണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSTA ജില്ലാ ജനറൽ സെക്രട്ടറി PU ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ജനാധിപത്യം, ഞാൻ ഏതോ ഒരു സർക്കാരിൻ്റെ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ പറയുന്നില്ല, ജനാധിപത്യ സർക്കാരുകൾ ചെയ്യേണ്ടുന്ന കടമകൾ വളരെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് ഏതൊക്കെ വിഭാഗത്തിലാണ് നമ്മൾ സഹായം ചെയ്യേണ്ടത്, ആരാണ് അടിസ്ഥാന വർഗം എന്ന് അന്വേഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്നതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് സർക്കാരുകൾ മുന്നോട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല കാണുന്നത്, എന്താണെന്ന് അറിയില്ല, ആ രീതിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളെ രക്ഷയ്ക്ക് നമ്മൾ തന്നെ, അതായത് തൊഴിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വൈവിധ്യവൽക്കരണത്തിലൂടെയും നമ്മൾ ഈ ചെയ്യുന്ന ജോലി വളരെ കൃത്യമായും വളരെ നല്ല രീതിയിലും കൊണ്ടുപോയിക്കൊണ്ട് നമ്മളിത് വളർത്താനുള്ള ഒരു നമ്മൾ തന്നെ ചെയ്യേണ്ടുന്ന അവസ്ഥയിലാണുള്ളത്. താലൂക്ക് പ്രസിഡന്റ് A ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ പ്രസിഡന്റ് C സുരേഷ് ഭട്ട് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K രുക്മിണി മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് സെക്രട്ടറി വസന്ത ബാലൻ, സെക്രട്ടറി PK സിന്ധു, ട്രഷറർ PV രതി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV ദാമോദരൻ, K കുഞ്ഞികൃഷ്ണൻ, KP ഗീത, MP രാധാമണി, വിവിധ യൂണിറ്റ് ഭാരവാഹികളായ AKP ഗിരിജ, PP ശൈല എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലിൽ 5 പതിറ്റാണ്ട് പിന്നിട്ട K രവീന്ദ്രൻ, MP തമ്പായി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ജനജീവിതം ദുസ്സഹമാക്കുന്ന തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്തുകളിലെ 5 റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യമുന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും തൃക്കരിപ്പൂർ ഉൾപ്പെടെ വിവിധ ഹൈസ്കൂളുകളിൽ ശാസ്ത്ര അധ്യാപകനും പ്രിൻസിപ്പലുമായിരുന്ന PPK പൊതുവാളിന് ദ ഡയലോഗിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകും. സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാക്കുകളുടെ വെളിച്ചം ഒത്തുചേരാം PPKയോടൊപ്പം എന്ന പേരിൽ ദ ഡയലോഗ് തൃക്കരിപ്പൂർ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ആദരവൊരുക്കുന്നത്. ലോക ക്ലാസിക് കൃതികളുടെ വിവർത്തനങ്ങളടക്കം 100-ലധികം ശാസ്ത്രകൃതികളുടെ കർത്താവാണ് PPK പൊതുവാൾ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ താപനിലയം, പെരിങ്ങോം ആണവ നിലയം, കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ സമരങ്ങളിൽ നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പബ്ലിക് ഹെൽത്ത് ഫോറം, തൃക്കരിപ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി, ദർശന ഫിലിം സൊസൈറ്റി തുടങ്ങിയ സംഘടനകളിലും അദ്ദേഹം സജീവമായിരുന്നു. വൈകുന്നേരം നടക്കുന്ന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ, PPK പൊതുവാളെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനം, സൗഹൃദ സംഗമം, പുസ്തക പ്രദർശനം, ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും എന്നിവ നടക്കും. പ്രമുഖ ജ്യോതിഷ് ശാസ്ത്രജ്ഞൻ K പാപ്പൂട്ടി മാസ്റ്റർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ഭാരവാഹികളായ പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ, T ഗംഗാധരൻ, OM ശങ്കരൻ മാസ്റ്റർ എന്നിവ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ, ഡോക്ടർ AM ശ്രീധരൻ ഉൾപ്പെടെ ശിഷ്യരും സുഹൃത്തുക്കളും പങ്കെടുക്കും. വിവിധ ജനപ്രതിനിധികൾ അതിഥികളായെത്തും. ക്വിസ് മത്സരവും ക്വിസ് മത്സരവും അതുപോലെ തന്നെ ശാസ്ത്ര ലേഖന മത്സരവും നല്ല പങ്കാളിത്തത്തോടും കുട്ടികളുടെ പങ്കാളിത്തത്തോടും നടത്താൻ കഴിഞ്ഞു. ഈ 17 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് നിർവഹിക്കുന്നത്. VK രവീന്ദ്രൻ, E ജയചന്ദ്രൻ, AK ശ്രീധരൻ മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
പെർള നടുവയലിൽ വീടിന് തീപിടിച്ചു. നടുവയലിലെ രമേശ് ചന്ദ്രയുടെ വീടിനാണ് തീപിടിച്ചത്. ഈ സമയത്ത് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. എൻമഗജെ പഞ്ചായത്തിലെ പെർളയിൽ വീടിന് തീപിടിച്ചു. ബുധനാഴ്ച വൈകിട്ട് 12-ാം വാർഡിലെ നടുവയലിലെ രമേശ് ചന്ദ്രൻ എന്ന ആളുടെ വീടിനാണ് തീപിടിച്ചത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. അടുക്കളയിൽ നിന്ന് തീ പടർന്നതാണെന്ന് സംശയിക്കുന്നു. ഓടുമേഞ്ഞ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട അയൽവാസികളാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. കാസർഗോഡ് നിന്ന് സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് സേനയെത്തി തീ കെടുത്തി. വീട്ടിലെ TV, ഫ്രിഡ്ജ്, ഫർണിച്ചറുകൾ, വാതിലുകൾ, ജനലുകൾ, രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ പൂർണ്ണമായും കത്തിനശിച്ചു. വിവരമറിഞ്ഞ് പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സുഗു, ഉദ്യോഗസ്ഥരായ ഗോകുൽ കൃഷ്ണ VS, ജിത്തു തോമസ്, വൈശാഖ് MA, അരുൺകുമാർ MM, അരുണ P നായർ, ശ്രീജ K തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരുന്നു. തീപിടുത്തത്തിൽ ഏകദേശം 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം സാംസ്കാരിക വേദി സ്വർണ്ണമുഖി മണ്ഡപത്തിൽ ഉദയഗിരിയിലെ ഗജാനന നാട്യാഞ്ജലിയിലെ കുട്ടികളുടെ അരങ്ങേറ്റവും ചിലങ്കപൂജയും നടന്നു. ഇതോടൊപ്പം മുള്ളേരിയ ഗജാനന നാട്യാഞ്ജലിയിലെ കുട്ടികളുടെ നൃത്തനൃത്യവും നടന്നു. ഭക്തിയുടെ നിറവിൽ നൃത്തകലയുടെ മനോഹാരിതയുമായി കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം സാംസ്കാരിക വേദി സ്വർണ്ണമുഖി മണ്ഡപത്തിൽ ഉദയഗിരിയിലെ ഗജാനന നാട്യാഞ്ജലിയിലെ കുട്ടികളുടെ അരങ്ങേറ്റവും ചിലങ്കപൂജയും നടന്നു. ഇതോടൊപ്പം മുള്ളേരിയ ഗജാനന നാട്യാഞ്ജലിയിലെ കുട്ടികളുടെ നൃത്തനൃത്യവും നടന്നു. ചടങ്ങിന്റെ ഭാഗമായി ആർട്ട് ഓഫ് ലിവിംഗ് ഗുരുവായ നാരായണ മാഷ് K ഭദ്രദീപം കൊളുത്തി. പത്രപ്രവർത്തകൻ അഖിലേഷ് നഖുമുഖം, തനുജ മുള്ളേരിയ, നാട്യഗുരു സുജാത ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വസന്ത ഗോസാഡ വായ്പാട്ട് അവതരിപ്പിച്ചു. ഗീതേഷ് മൃദംഗവും കൃഷ്ണ ബല്ല ഓടക്കുഴലുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2 മണിക്കൂറോളം നടന്ന നൃത്തനൃത്യം പ്രേക്ഷകർക്ക് മികച്ച അനുഭവമായി മാറി. യക്ഷധ്രുവ് പട്ല ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഉപ്പള യൂണിറ്റിന്റെ 8ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി നടന്നു. കുളൂർ ശ്രീ ഹരിഭജന മന്ദിരത്തിൽ വച്ചായിരുന്നു പരിപാടി. ചടങ്ങിൽ ഉപ്പള യൂണിറ്റ് അധ്യക്ഷൻ PR ഷെട്ടി പൊയ്യലു കുളൂർ അധ്യക്ഷത വഹിച്ചു. കൊണ്ടേവൂർ മഠാധിപതി ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. യക്ഷധ്രുവ് പട്ല ഫൗണ്ടേഷൻ അധ്യക്ഷൻ സതീഷ് ഷെട്ടി പട്ല മുഖ്യാതിഥിയായിരുന്നു. ഗഡിനാട് പ്രസംഗകർത്താവും ഹവ്യാസ പത്രപ്രവർത്തകനും കവിയുമായ യോഗീഷ് റാവു ചിഗുരുപാതയെ ചടങ്ങിൽ ആദരിച്ചു. കന്നഡ സാഹിത്യ പരിഷത്ത് കേരള ഗഡിനാട് യൂണിറ്റിന്റെ അധ്യക്ഷൻ ഡോക്ടർ ജയപ്രകാശ് നാരായണ തൊട്ടെത്തോടി, വ്യവസായി മോഹനൻ ഷെട്ടി മഞ്ചാരു, ശ്രീഹരി ഭജന മന്ദിരത്തിന്റെ സേവാസമിതി പ്രവർത്തക അധ്യക്ഷൻ നാരായണ നായിക് നടുഹിത്ലു, അധ്യക്ഷ ശ്രീമതി കൃഷ്ണവേണി ഷെട്ടി പാതെ എന്നിവർ പങ്കെടുത്തു. യക്ഷധ്രുവ് ഉപ്പള യൂണിറ്റിന്റെ അധ്യക്ഷൻ ചന്ദ്രഹാസ ഷെട്ടി കുളൂർ കന്യാന, ഗുരുപ്രസാദ് ഹൊള്ള തിമ്പര സ്വാഗതവും പ്രധാന അധ്യാപകൻ അരവിന്ദാക്ഷ ഭണ്ഡാരി ദൊദ്ദഗടി നന്ദിയും പറഞ്ഞു. തുടർന്ന് പാവഞ്ചെ മേളത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ ദേവി ലളിതോപാഖ്യാനം എന്ന യക്ഷഗാന പ്രസംഗം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക സംവിധാനത്തിന് കൈത്താങ്ങുമായി 1994-95 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. സ്കൂളിലെ അടുക്കളയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കുറവാണെന്ന വിവരം അറിഞ്ഞതോടെ പൂർവ്വ വിദ്യാർത്ഥികൾ ആവശ്യമായ ഉപകരണങ്ങൾ സംഭാവന നൽകുകയായിരുന്നു. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക സംവിധാനത്തിന് കൈത്താങ്ങേകി 1994-95 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അടുക്കള ഉപകരണങ്ങൾ നൽകി. സ്കൂളിലെ അടുക്കളയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കുറവാണെന്ന വിവരം അറിഞ്ഞതോടെ അതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ മാതൃകാപരമായ ഇടപെടലുമായി രംഗത്തെത്തുകയായിരുന്നു.
സ്കൂളിന് ആവശ്യമായ അടുക്കള ഉപകരണങ്ങൾ സംഭാവന ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മികച്ച സന്ദേശമാണ് നൽകിയത്. പൂർവ്വ വിദ്യാർത്ഥികളായ അഷ്റഫ് കുഞ്ചത്തൂർ, ഗഫൂർ, ചന്ദ്രഹാസ്, അഷ്റഫ് വി, ഗണേഷ്, ലത്തീഫ് എന്നിവർ ചേർന്നാണ് ആവശ്യമായ ഉപകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പലിന് കൈമാറിയത്. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് മുസ്തഫ ഉദ്യാവർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വികസനത്തിനും വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ ഈ സഹായം അഭിനന്ദനാർഹമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സ്കൂളിനോടുള്ള സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്ന ഈ പ്രവർത്തനം മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് അവർ പറഞ്ഞു. കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ സ്കൂളിൻ്റെ ഫുഡിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങളും മറ്റന്നാൾ ഓൾഡ് ഷോൾഡായിട്ട് വരുന്ന കുട്ടികളാണ്. എന്നിരുന്നാലും നിങ്ങളും ഈ സ്കൂളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ, വലിയ കുട്ടികളുണ്ട് 10th പഠിക്കുന്ന, ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഓൾഡ് ഷോൾഡാവും. ഞാനും ഈ സ്കൂളിൻ്റെ ഓൾഡ് ഷോൾഡാണ്. അപ്പോൾ എന്നിരുന്നാലും ഒരുപാട് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങളും കൂടി സഹകരണം ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ ഓൾഡ് ഷോൾഡിൻ്റെ ഒരുപാട് ആളുകളെ വിളിച്ച് ഒരു വലിയൊരു മീറ്റിംഗ് ചെയ്ത് ഈ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നിങ്ങളും കൂടി സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നിരുന്നാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഓൾഡ് ഷോൾഡിന് എല്ലാവിധ 1000 ആശംസ നേർന്നുകൊണ്ട് നിൽക്കുന്നു. ജയ് ഹിന്ദ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. KGOU 40ാം ജില്ലാ സമ്മേളനം കാസർഗോഡ് നഗരസഭ വനിതാ ഭവൻ ഹാളിൽ നടന്നു. KPCC സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. മെഡിസപ്പ് സർക്കാർ വിഹിതം ഉൾപ്പെടുത്തുക, DA കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ നടപ്പിലാക്കുകയും വേണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് മുഖ്യാതിഥിയായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നേക്കാളും ഈ സർക്കാർ ഒന്ന് കേരളത്തിൽ നിന്ന് പോയേ മതിയാകൂ എന്ന വാശിയിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വളരെ ആവേശത്തിൽ വോട്ട് ചെയ്യുന്നത് UDF-ന്റെ വോട്ടർമാരെക്കാളും LDF-ന്റെ വോട്ടർമാരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ കേരളം രക്ഷിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. അപ്പോൾ കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും, അത് LDF-ന്റെ പ്രവർത്തകനായാലും മറ്റേത് മുന്നണിയുടെ പ്രവർത്തകനായാലും UDF-ന്റെ സ്ഥാനാർത്ഥികൾക്കല്ലാതെ വോട്ട് ചെയ്യുകയില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ സമ്മേളനമാണ് ഇത് നടക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാധാരണക്കാരായ ജനങ്ങളോട് എത്രമാത്രം കൂറും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകണമെന്ന് ഞാൻ പരിണതപ്രജ്ഞരായ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ അസംബ്ലി സമ്മേളനത്തിൽ ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും ചോദിക്കുന്ന നക്ഷത്ര ചിഹ്നമിടാത്ത ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എൻ്റെ എല്ലാ സമ്മേളനത്തിലെയും കാസർഗോഡ് MLA-യുടെ ഈ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നിങ്ങൾക്ക് നെറ്റിൽ പോയാൽ എടുക്കാം. അപ്പോൾ എൻ്റെ ചോദ്യം നിങ്ങൾക്ക് പരിശോധിക്കാം. എല്ലാ സമ്മേളനത്തിലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ തീർപ്പാകാതെ കിടക്കുന്ന എത്ര ഫയലുകൾ ഇപ്പോൾ ഉണ്ട് എന്നത് എല്ലാ സമ്മേളനത്തിലുള്ള എൻ്റെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KV പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇത്രയും വലിയ ദുരിതത്തിലേക്ക് തള്ളി നീക്കിയതിനു ശേഷം ഒരുപാട് ആളുകൾ ഇലക്ഷൻ സമയത്തെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജനതയോടാണ് സ്ഥിരപ്പെടുത്തൽ. അത് ഞാനിവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം സൂചിപ്പിച്ചു. ഓരോ മേഖലയിലും അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകളെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ, നമുക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുമായി KGO ഉൾപ്പെടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സർവീസ് സംഘടനകൾ മുന്നോട്ട് പോയ കാര്യം നമുക്ക് എല്ലാവർക്കുമുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി B ഗോപകുമാർ സംഘടനാ ചർച്ച ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിച്ച KGOU അംഗങ്ങൾക്ക് കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉപഹാര സമർപ്പണം നടത്തി. സംസ്ഥാന ട്രഷറർ ഡോക്ടർ R രാജേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ബിനോജ്, സംസ്ഥാന സെക്രട്ടറിമാരായ CV ബെന്നി, GP പത്മകുമാർ കൊളത്തൂർ, നാരായണൻ, സുനിൽകുമാർ, C നാരായണൻകുട്ടി മണിയേരി, MP ഷനീജ്,
CJ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രാജീവൻ പെരിയ സ്വാഗതവും VV ശ്രീവിദ്യ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ഡോക്ടർ KV പ്രമോദിനെ പ്രസിഡന്റായും രവീന്ദ്രൻ CGയെയും ഡോക്ടർ മുഹമ്മദ് ഇല്യാസിനെയും വൈസ് പ്രസിഡന്റുമാരായും രാജീവൻ പെരിയയെ ജനറൽ സെക്രട്ടറിയായും വിനോദ് എറുവാട്ട്, ശിവകുമാർ V എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും K വിമലയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീ മടിയൻകൂലം പാട്ടുത്സവത്തിൽ പാരമ്പര്യവും പഴമയുടെയും പ്രൗഢിയും വിളിച്ചോതി കളമെഴുത്ത് ചടങ്ങ്. പാട്ടുത്സവം 1-2 ദിനത്തിൽ പ്രതിഫലിച്ചത് ജീവസുറ്റ ദേവീദേവഭാവങ്ങളാണ്. ശ്രീ മടിയൻകൂലവും പാട്ടുത്സവത്തിൽ പാരമ്പര്യവും പഴമയുടെ പ്രൗഢിയും വിളിച്ചോതി കളമെഴുത്തു ചടങ്ങ്. പാട്ടുത്സവ 1-2 ദിനത്തിൽ പ്രതിഫലിച്ചത് ജീവസുറ്റ ദേവീദേവ ഭാവങ്ങളാണ്. വെറും 5 അക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല കളമെഴുത്ത്. അരിപ്പൊടി കളറിൽ മുക്കിയുള്ള ഒരു അഭ്യാസവുമല്ലത്. കണിയൊരുക്കുന്നത് പോലെ കളമെഴുത്തുകാരൻ കൈവിരലുകളാൽ തീർക്കുന്ന ഒരു ഇന്ദ്രജാലമാണിത്. പരുക്കനായ തറ കാൻവാസാക്കി കലാകാരൻ കളമെഴുതുമ്പോൾ അത് വെറും കളമല്ലാതാകുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. അനുഷ്ഠാന സമ്പുഷ്ടമാണ് കളമെഴുത്ത്. കളത്തിലേക്ക് ഭാവങ്ങൾ ആവാഹിക്കപ്പെടുന്നത് ഭക്തിയുടെയും ഏകാഗ്രതയുടെയും അകമ്പടിയോടെയാണ്. കൺമുന്നിൽ കളം മായ്ച്ചാലും കണ്ടവരുടെ മനസ്സിൽ മായാതെ നിൽക്കണമെങ്കിൽ അത് പൂർണ്ണതയ്ക്കായി കലാകാരൻ എടുക്കുന്ന പരിശ്രമം ഏറെയാണ്. 5 ദിനങ്ങളിലായുള്ള പാട്ടുത്സവത്തിൽ 4 ദിവസങ്ങളിലാണ് കളമെഴുത്തും പാട്ടും നടക്കുന്നത്. ഉത്സവ നാളുകളിൽ ക്ഷേത്ര നാലമ്പലത്തിനകത്ത് കാളരാത്രിയമ്മയുടെ നടയോട് ചേർന്ന് മടിയൻകുറുപ്പ് കുടുംബം തയ്യാറാക്കുന്ന ദാരിക രൂപത്തിന് മുന്നിൽ കാളരാത്രിയമ്മയ്ക്ക് അഭിമുഖമായുള്ള സോപാനത്തിലാണ് പ്രധാന ചടങ്ങായ കളമെഴുത്തും പാട്ടും നടക്കുന്നത്. ആദ്യ ദിവസം കാളരാത്രിയമ്മയുടെയും തുടർന്ന് 2-ാം ദിവസം ക്ഷേത്രപാലകൻ ഈശ്വരന്റെയും തുടർന്നുള്ള 2 ദിവസങ്ങളിൽ കാളരാത്രിയമ്മയുടെയും ജീവസുറ്റ ഭാവങ്ങളാണ് പ്രതിഫലിക്കുക. ആദ്യ ദിനം പച്ചവർണ്ണത്തിലുള്ള കളവും അവസാന ദിവസം കാളരാത്രിയമ്മയുടെ പൂർണ്ണ രൂപത്തോടു കൂടിയുള്ള 4 കൈകളുള്ള മഞ്ഞ വർണ്ണത്തിലുള്ള ഭദ്രകാളി രൂപവുമാണ് വരയ്ക്കുന്നത്. പ്രകൃതിദത്തമായ പഞ്ചവർണ്ണങ്ങളാണ് കളം വരയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. വെളുത്ത പൊടിയായി അരിപ്പൊടിയും മഞ്ഞയ്ക്ക് മഞ്ഞൾപ്പൊടിയും കറുപ്പിനായി കരിപ്പൊടി അഥവാ ഉമിക്കരിയും 100 മഞ്ഞളും ചേർത്ത മിശ്രിതം തിരുമ്മിയെടുത്ത് ചുവപ്പായും പച്ചയ്ക്കായി വാഗമരത്തിന്റെ പച്ചയില പൊടിച്ചെടുത്തും വർണ്ണങ്ങളായി ഉപയോഗിക്കുന്നു. ഈ 5 വർണ്ണങ്ങൾ പഞ്ചലോഹങ്ങളെ സൂചിപ്പിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കാളരാത്രിയമ്മയുടെയും ക്ഷേത്രപാലകൻ ഈശ്വരന്റെയും രൂപങ്ങൾ വരയ്ക്കാൻ ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് സമയം വേണ്ടിവരും. 4 ദിവസങ്ങളിലായി ക്ഷേത്രപാലകൻ, കാളരാത്രി എന്നിവയുടെ രൂപത്തിനു പുറമെ നാഗരാജാവിന്റെയും നാഗേശ്വരി ദേവിയുടെയും രൂപവും അവസാന ദിവസം വരയ്ക്കും. ശേഷം ദേവീദേവന്മാരെ സ്തുതിച്ച് കൊണ്ട് പാട്ടും കളം പൂജയും നാഗത്തോറ്റവും നടത്തും. ഏറെ അനുഷ്ഠാന സമ്പുഷ്ടമാണ് ഈ കളമെഴുത്ത് ചടങ്ങുകൾ. നമ്മളിപ്പം 3 ആളാണ് കളത്തും പാട്ടിനും വന്നിട്ടുള്ളത്. ഒന്ന് ഞാൻ പ്രകാശൻ, പിന്നെ രഞ്ജിത്ത് മാലൂർ സ്കൂളിൽ മാഷാണ്, പിന്നെ KV ഷാജി. നമ്മൾ 3 ആളാണ് കളത്തും പാട്ടിനും മടിയൻകൂലത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ 4 ദിവസം മുന്നേ 10-ാം തീയതി വൈകുന്നേരം ഇവിടെ ഒരു കെട്ടുവെക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ കെട്ടുവെക്കുക ചടങ്ങിന് നമ്മൾ തെയ്യമ്പാടിയോട് എത്തിയോ, നമ്മൾ ഇത്രയും ദൂരെ ആയതുകൊണ്ട് തെയ്യമ്പാടിയോട് എത്തുമെന്ന് ചോദിച്ചിട്ട് അന്വേഷിക്കും നമ്മളോട് എത്തി എന്നുള്ള അറിയിച്ചിട്ട് നമുക്കൊരു വിത്തിലടക്കിയും തന്നിട്ട് നമ്മളെ പാട്ട് ഏൽപ്പിക്കും. അങ്ങനെ കുറേയൊക്കെ വിത്തിലടക്കം കൊടുക്കാനുണ്ട്. മാരാറ്, നമ്മൾ, മേശാന്തി, ഇവിടുത്തെ പിന്നെ കുറച്ച് വേറെ അടിയന്തരക്കാരുണ്ട്. ഇവർക്കെല്ലാം വിത്തിലടക്കം കൊടുത്തിട്ട് പാട്ടിൻ്റെ അടിയന്തരങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ചുമതലപ്പെടുന്നൊരു ചടങ്ങാണ്. അതായത് ധനു 26-ാം തീയതി അത്താഴപ്പൂജക്ക് തൊട്ട് മുന്നേ, എന്നിട്ടാണ് അത്താഴപ്പൂജക്ക് തിരുവത്താഴത്തിൻ്റെ അരി കളന്നിട്ട് പാട്ടുത്സവം തുടങ്ങും. അങ്ങനെയാണ് പാട്ടുത്സവം. നമ്മൾ കാലാകാലമായിട്ട് ഏതോ കാലത്ത് പൂർവികമായിട്ട് നമ്മൾ പരമ്പരയായിട്ട് വരുന്നതാണ് കളമെഴുത്തും പാട്ടിന്. ഇരട്ടിക്കടുത്ത പുന്നാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ കാലാകാലം ഏകദേശം 100 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലമാണ് പുന്നാട് എന്ന് പറഞ്ഞാൽ. ഈ കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത പുന്നാട് എന്ന് പറഞ്ഞാൽ ഇരട്ടി മട്ടന്നൂരിന് നടുവിലുള്ളൊരു സ്ഥലമാണ്. കളം വരയും പാട്ടും നാഗത്തോറ്റവും ഒരു ഉപാസന പോലെ കൊണ്ടു നടക്കുന്ന പാരമ്പര്യ കലാകാരായ കണ്ണൂർ ഇരിട്ടി പുന്നാട് KV രഞ്ജിത്ത് മാസ്റ്റർ, പ്രകാശൻ, KV ഷാജിയും തങ്ങളുടെ കലാസപര്യയെ ഭക്തിയുടെയും ആനന്ദത്തിന്റെയും ഉദാത്ത മാതൃകകളാക്കി മാറ്റാനും ശ്രദ്ധിക്കുന്നു. ഉദിനൂർ കൂലം, ചെറുവത്തൂർ,
ബന്തെടുക്ക, കാനത്തൂർ, ഉംബ്രങ്ങള, ചന്ദ്രഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രം, മധൂർ എന്നിവിടങ്ങൾക്ക് പുറമെ കണ്ണൂർ ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിലും കളമെഴുത്ത് നടത്തുന്നതും ഇവരാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ച് നടത്തി. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങളിലും മറ്റുമായി എത്തിയവർ നോർത്ത് കോട്ടച്ചേരിയിൽ സംഗമിച്ച് ഒരു പ്രളയമായി നഗരത്തിലൂടെ നീങ്ങുകയായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. പദ്ധതി അട്ടിമറിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്ന് ഗ്രാമീണ ദരിദ്രരുടെ ജീവിതം തകർക്കുന്നതാണ് പുതിയ VBGRAMG നിയമം. ഏറ്റെടുക്കാവുന്ന പ്രവൃത്തികൾ കുറച്ചതും കാർഷിക മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കിയതും 125 ദിവസം തൊഴിൽ നൽകുമെന്ന പ്രഖ്യാപനം അസാധ്യമാക്കുന്നതുമാണ് പുതിയ നിയമം എന്നും ഇവർ പറഞ്ഞു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ തൊഴിലറക്കുന്ന പദ്ധതിയാക്കിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പുതുതായി കൊണ്ടുവന്ന നിയമത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ അതിനെതിരായ പ്രതിഷേധം ശക്തമായിരുന്നു. പുതിയ നിയമനിർമ്മാണത്തെ പ്രതിപക്ഷം എതിർത്തു. അത് ഈ നാടിൻ്റെ വികാരമായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം 2005 കൊണ്ടുവന്നത്. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്താണ്. ജില്ലാ പ്രസിഡന്റ് P ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. M രാജഗോപാലൻ MLA, CH കുഞ്ഞമ്പു MLA, മുൻ MP P കരുണാകരൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M രാജൻ, മുൻ MLA K കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, ജില്ലാ ട്രഷറർ പാലക്കോൽ രാജൻ, AV രമണി, കൈനി കുഞ്ഞിക്കണ്ണൻ, രാജൻ, PP സുകുമാരൻ, K സന്തോഷ് കുമാർ, ജയകുമാരി, സേതു, MG പുഷ്പ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഗൗരി പനയാൽ സ്വാഗതം പറഞ്ഞു. നോർത്ത് കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് മാർച്ച് ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫെബ്രുവരി 4 മുതൽ 8 വരെ കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളന നഗരി സന്ദർശിക്കാൻ ആവിയിലെ നിവാസികൾ നടത്തുന്ന യാത്രാ പരിപാടിയുടെ പതാക കൈമാറൽ ചടങ്ങ് നടന്നു. മുൻ കൗൺസിലർ KK ജാഫർ കരാട്ടെ അബ്ദുള്ളക്ക് കൈമാറി പതാക കൈമാറൽ ചടങ്ങ് നിർവഹിച്ചു. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളന നഗർ സന്ദർശിക്കാൻ ആവിയിലെ നിവാസികൾ യാത്ര നടത്തി. പരിപാടിയുടെ പതാക കൈമാറൽ ചടങ്ങ് മുൻ കൗൺസിലർ KK ജാഫർ കരാട്ടെ അബ്ദുള്ളയ്ക്ക് കൈമാറി നിർവഹിച്ചു. കൈമാറുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായ ഒരു അവസ്ഥയായി എൻ്റെ മനസ്സിലുണ്ടായത്. കാരണം ഈ സമസ്തയുടെ പതാകയും അതുപോലെ തന്നെ അർദ്ധചന്ദ്ര താരാംഗ ഹരിത പതാകയും ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ആവിൽ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനവറുകൾ ഒരുപാട് ആളുകൾ അനുഗ്രഹമുള്ള ഒരു സംഘടനയാണ്. ഈ മതേതര ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് യാതൊരുവിധ വെള്ളവും ചേർക്കാതെ വിശ്വാസ പ്രമാണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് സമസ്ത ഈ 100 വർഷം പൂർത്തിയാക്കുന്നത് എന്നുള്ളത് ഒരാളുടെ മുന്നിലും അടിവതറാതെ അടിയറ വെക്കാതെ വിശ്വാസ പ്രമാണങ്ങൾ അടിയറ വെക്കാതെ തന്നെ സമസ്ത മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മഹാനായ ഒരുപാട് ആളുകൾ സൂഫി വര്യന്മാർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ്. LK ഷെരീഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നൂറാനിയ ജമാഅത്ത് ഖത്തീബ് മുഹമ്മദ് അസറുദ്ദീൻ ബാഗവി ഉദ്ഘാടനം നിർവഹിച്ചു. വേണ്ടിയുള്ളതായ അതിനനുസൃതമായ എല്ലാ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരായ അഹ്ലുസുന്നത്തിനെ നെഞ്ചിലേറ്റുന്ന നമ്മുടെ ആവിയിൽ സഹോദരങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തു തന്നു. അൽഹംദുലില്ലാ. ഈ
പുറകിൽ കാണുന്ന ഈ ഫ്ലക്സ് പോലും അങ്ങനെയുള്ള ഒരു പ്രതീകമാണ്. അഹ്ലുസുന്നത്തിനെ നെഞ്ചിലേറ്റുകയും അതുപോലെ തന്നെ സമസ്തയെ 100% അംഗീകരിക്കുകയും ചെയ്യുന്ന നല്ലവരായ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ ശതാബ്ദി നഗറിലേക്ക് ഒരു വാഹനയാത്ര സംഘടിപ്പിക്കുകയാണ്. കബീർ ഫൈസി ഏണിയാടി ഖത്തീബ് മൊഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഷംസുദ്ദീൻ ആവിയിൽ, നൂറാനിയ ജമാഅത്ത് ട്രഷറർ ജമാൽ MV എന്നിവർ സംസാരിച്ചു. സിദ്ദിഖ് MV സ്വാഗതവും ഇബ്രാഹിം പള്ളിക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസ സമരം AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസ സംഘർഷം കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ കേസ്. ബദിയടുക്ക കുമ്പടാജയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണമെന്നും അടൂർ പ്രകാശ്. KSTA ഹോസ്ദുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം തൃക്കരിപ്പൂരിൽ നടന്നു. PU ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. PPK പൊതുവാളിന് ദ ഡയലോഗിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകും. സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പെർള നടുവയലിൽ വീടിന് തീപിടിച്ചു. നടുവയലിലെ രമേശ് ചന്ദ്രയുടെ വീടിനാണ് തീപിടിച്ചത്. ഈ സമയത്ത് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.